ആശാസമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച ചർച്ച ഇന്ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാകും അനുനയ നീക്കങ്ങളുടെ ഭാഗമായുള്ള ചർച്ച നടക്കുക. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ CATU, INTUC ഭാരവാഹികൾക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ട്. അതേസമയം ആവശ്യങ്ങൾ അംഗീകരിച്ചെന്ന് രേഖാമൂലം ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ആശാ വർക്കർ. നമ്മളെ ഈ 53ാമത്തെ ദിവസം രാപ്പകൽ സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയത്തിന്റെ വിഷയത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ വിഷയത്തിലും ഒരു സെറ്റിൽമെന്റ് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു സമരം നടക്കും. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടുന്നതും പരിഗണിക്കേണ്ടതും. കാരണം അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടില്ലല്ലോ, അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം 2 തവണ ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചുകൊണ്ടാണല്ലോ ഗവൺമെന്റ് വെക്കുന്ന മറ്റു വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത്. അത് വളരെ വ്യക്തമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകില്ല എന്നാണോ? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡിന്റെ പുറത്ത് ഗവൺമെന്റ് എത്രയാണെന്ന് പറയട്ടെ, അവിടെയാണത്. അതാണ് വിട്ടുവീഴ്ച. സെക്രട്ടേറിയറ്റ് നടയിൽ തുടർന്ന അനിശ്ചിതകാല സമരം 53ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, മന്ത്രിതല ചർച്ച 3ാം വട്ടമാണ് നടക്കുന്നത്. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയിൽ കൂടിയാണ് സമരസമിതി. പ്രത്യേകിച്ച് കേന്ദ്ര മന്ത്രിയെ കണ്ടതിനു ശേഷം കൂടിയാണ് ആരോഗ്യമന്ത്രി സമരസമിതിയെ കാണുന്നത്. അപ്പോഴും ഈ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നുകൂടി ആവർത്തിക്കുകയാണോ സമരസമിതി? ഏത് തരത്തിലാണ് പ്രതീക്ഷകൾ? അവർ ഈ ആശമാരുടെ വേതനം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടും അവർക്ക് സ്ഥിര നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ടും വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പുറമെ CATU, ആശാ ഹെൽത്ത് ഫെഡറേഷനും അതോടൊപ്പം INTUCയും ഇവരെല്ലാവരും തന്നെ പല ആവശ്യങ്ങൾ പല ആവർത്തിയായി സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമരം തുടരുന്ന ആശമാർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കുന്നതിനൊപ്പം INTUCയും CATUവും മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൂടി വിശദമായ ചർച്ചകൾ നടക്കും. എന്നിട്ടായിരിക്കും ഒരു ഒത്തുതീർപ്പ് നീക്കം എന്ന വണ്ണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ്, എന്ത് ആനുകൂല്യങ്ങളാണ് അവർക്ക് അധികമായി നൽകാൻ കഴിയുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുക. അത് 3 ഇരട്ടിയായി ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് നടപ്പിലാക്കാൻ ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ഇൻസെന്റീവ് ഇനത്തിൽ ഇവിടേക്ക് അതായത് കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ടി ഇവിടേക്ക് ലഭിക്കുന്ന തുകയുടെ ഒരു വിഹിതം ഇൻസെന്റീവായി അധികമായി ആശമാർക്ക് നൽകുന്ന കാര്യമാണ് കൂടുതലായി സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. അതോടൊപ്പം ഓണറേറിയം ഒരു നിശ്ചിത അളവിൽ വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. അത് എത്രയധികം വേണമെന്ന കാര്യത്തിലടക്കം വിശദമായ ചർച്ച നടക്കേണ്ടതുണ്ട്. എന്തായാലും 53ാം ദിവസത്തിലേക്ക് അനിശ്ചിതകാല സമരം പിന്നിടുമ്പോൾ ഏത് വിധേനയും ഇന്ന് ഈ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി സമരം അവസാനിപ്പിക്കുന്നതിനുള്ള അനുനയ ശ്രമം ആരോഗ്യമന്ത്രിയുടെയും NHM ഡയറക്ടറുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിയുടെ ക്ഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആശാ വർക്കർമാർ സമരസമിതി നേതാക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു. INTUC ഭാരവാഹികൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും ദിവസം സമരത്തിനെതിരായി നിന്ന INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തൽ സന്ദർശിച്ചേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നത്. 3 മണിയോടുകൂടി ആരോഗ്യമന്ത്രിയുടെ ചർച്ച തുടങ്ങും. ആശാസമരത്തിൽ പോസിറ്റീവ് സമീപനം എടുക്കേണ്ടത് സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സർക്കാരിന് എപ്പോഴും പോസിറ്റീവ് സമീപനമാണ് MV ഗോവിന്ദൻ പറഞ്ഞു. അതെങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് പോസിറ്റീവ് ആവോ ഇല്ലെന്ന് അവരാണ് പോസിറ്റീവ് ആണോ ഇല്ലയോ തീരുമാനിക്കേണ്ടത്. ആര് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റ് എപ്പോഴും പോസിറ്റീവായ നിലപാടാണ് സ്വീകരിക്കുന്നത്.